ഇന്നൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. നമ്മുടെ മത്തൻ, വൻപയർ, ഇത് രണ്ടും മാത്രം മതി. വൻപയർ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ വളരെ നല്ലത്. പക്ഷെ ഞാൻ ഇട്ട് വെച്ചില്ല, എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. എന്നാലും ഇത് വേവും. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. നന്നായി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ജീരകം, മുളക് പൊടി അതും ഇടണം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തേങ്ങ അരച്ചെടുക്കുക. അപ്പോഴേക്ക് വെന്ത് കഴിയുന്ന മത്തനും പയറിനകത്തേക്ക് ഇതൊഴിക്കാം. അധികം വെള്ളത്തിൽ വെക്കാൻ പാടില്ല, വെള്ളം കുറവേ പാടുള്ളൂ. കണ്ടോ, വെന്ത് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് തേങ്ങ വറുത്തിടണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. തേങ്ങ നന്നായി ചുവന്നാവുന്ന വരെ വറുത്തിടുക. ചുവന്ന മുളകും എല്ലാം കൂടെ വഴറ്റി കടുകെല്ലാം കൂടെ വറുത്തിടാം നമുക്കതിനകത്തേക്ക്. അതിൻ്റെ അകത്തേക്ക് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറിയാക്കി എടുക്കാം. ഭയങ്കര ടേസ്റ്റാണിത്. നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളിലൊക്കെ പോയാൽ എരിശ്ശേരി കിട്ടും. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, എനിക്കിഷ്ടമാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.